1120 വിശുദ്ധ കുർബാനയുടെയും സമാധാനത്തിൻ്റെയും അപ്പസ്തോലനായ വിശുദ്ധ നോർബർട്ടിനാൽ അന്നത്തെ ക്രിസ്തുമസ് ദിനത്തിൽ ഫ്രാൻസിലെ പ്രിമോൺത്രേ താഴ്വരയിൽ നടന്ന അപ്പസ്തോലിക് കൂട്ടായ്മയിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ നിയമാവലിക്കനുസൃതമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്ഥാപിതമായ കാനൻസ് റെഗുലർ ഓഫ് പ്രിമോൺത്രേ എന്ന് വിശേഷിപ്പിക്കുന്ന സമർപ്പിത കൂട്ടായ്മയാണ് നോർബർട്ടൈൻ സന്യാസ സമൂഹം. 1134 ബെൽജിയത്തെ അവർബോഡയിൽ സ്ഥാപിതമായ നോർബർട്ടൈൻ സന്യാസ സമൂഹമാണ് ആബി ഓഫ് അവബോഡെ. ഈ ആബിയിലെ അംഗമായിരുന്ന റവറൻ ഫാദർ മാർട്ടിൻ പാറത്താഴ 1996 താമരശ്ശേരി രൂപതയുടെ മെത്രാനായിരുന്ന അഭിവന്യ മാർ തൂങ്കുഴി പിതാവിൻ്റെ അനുവാദത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം മാനസിക രോഗികളുടെ പുനരുദ്ധാരണത്തിനും ഗവേഷണത്തിനുമായി ഒരു കേന്ദ്രം സ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് 1997 ഒക്ടോബർ 11 അവബോഡെ ആബട്ടായിരുന്ന പുണ്യശ്ലോകൻ അഭിവന്യോ ആബട്ട് ഉൾറിക് മേൽപ്പടി സ്ഥലത്ത് ശാന്തി ഭവന്റെ അടിസ്ഥാന ശില ആശീർവദിച്ച് സ്ഥാപിച്ചു. 2000 ജനുവരി 9 താമരശ്ശേരി രൂപതാധ്യക്ഷൻ കാലം ചെയ്ത അഭിവന്യമാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവ് ശാന്തിഭവൻ ആശ്രമം വെഞ്ചിരിച്ച് നാടിന് സമർപ്പിച്ചു. പിന്നീട് ബഹുമാനപ്പെട്ട മാർട്ടിനച്ചന്റെ നേതൃത്വത്തിൽ മാനസിക രോഗികളുടെ പുനരുദ്ധാരണത്തിനുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചു തുടങ്ങി. 2014 മാർച്ച് മാസം 7 മാർട്ടിനച്ചന്റെ ആകസ്മികമായ വേർപാടിനെ തുടർന്ന് ഈ സ്ഥാപനവും ആശ്രമവും കാനൻട്രി ഓഫ് മാനന്തവാടി നോർബർട്ടൈൻ സന്യാസ സമൂഹത്തിന് ആബി ഓഫ് അവബോഡെ ആബട്ടായിരുന്ന ജോസ് വൂട്ടേഴ്സ് 2016 നവംബർ മാസം 10 പൂർണ്ണമായും കൈമാറുകയും ചെയ്തു. ജഗാം ശാന്തി ബഹാം ജീവൻ. എവിടെ സമാധാനമുണ്ടോ അവിടെ ജീവനുണ്ട്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മഹാജൂബിലി വർഷത്തിൽ 2000 കോഴിക്കോട് നഗരമധ്യത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് സമീപത്തായി സ്ഥാപിതമാക്കപ്പെട്ട ശാന്തിഭവൻ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 2025 വാർഷിക അവസരത്തിൽ ഇപ്പോൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്ന ജൂബിലി വേളയിൽ ഈ ആശ്രമവും അതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷങ്ങൾ ഞങ്ങളെ പരിപാലിച്ച് നടത്തിയ സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞതയും ആരാധനയും മഹത്വവും അർപ്പിക്കുന്നു. ഈ ആശ്രമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അഭിവന്ദ്യരായ യശശരീരരായ ആബട്ട് ഉൾറിക്കിനും മാർട്ടിൻ പാറത്താഴത്തിനും ഞങ്ങൾ ആദരവോടെ അവരുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. ഇവിടെ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. ഇവനെ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ ശുശ്രൂഷകരെയും, ഇവിടെ ജീവിച്ച് കടന്നുപോയ അന്തേവാസികളെയും, നോർബർട്ടൈൻ സന്യാസ സമൂഹങ്ങളെയും മറ്റെല്ലാവരെയും, ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഓർക്കുകയും അവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളിതുവരെയായി മാനന്തവാടി നോർബർട്ടൈൻ സന്യാസ സമൂഹാംഗങ്ങൾ ജാതി മതഭേദമന്യേ മാനസിക രോഗികളുടെ ഉന്നമനത്തിനായി നിർലോഭമായ സേവനങ്ങൾ ചെയ്തു വരുന്നു. ശാന്തിഭവൻ ആശ്രമത്തിന് കീഴിലുള്ള മാനസിക രോഗ പുനരധിവാസ കേന്ദ്രമാണ് ജീവവിഹാർ. ഇവിടെ ഇപ്പോൾ 30ഓളം അന്തേവാസികൾ നോർബർട്ടൈൻ സന്യസ്തരുടെ പരിചരണത്തിലും ശുശ്രൂഷയിലും സന്തോഷത്തോടെ കഴിഞ്ഞു വരുന്നു. സ്നേഹമുള്ളവരെ, ശാന്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ശാന്തിഭവൻ എന്ന സ്ഥാപനം സ്ഥാപിതമായതിൻ്റെ 25ാമത്തെ വർഷത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ആദ്യമായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആശംസിച്ചുകൊള്ളുന്നു. ശാന്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പുനരധിവാസ കേന്ദ്രമാണ്
ഇതൊരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമാണ്. കോഴിക്കോട് കുതിരവട്ടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മാനസിക ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന രോഗികളാണ് ജീവവിഹാറിലെ മുഴുവൻ അന്തേവാസികളും. ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, കൗൺസിലിംഗ്, മ്യൂസിക്കൽ തെറപ്പീസ്, ആർട്ട് ആൻഡ് പെറ്റ് തെറപ്പീസ്, എഡ്യൂക്കേറ്റീവ് ആൻഡ് റിക്രിയേഷണൽ തെറപ്പീസ്, ഓക്യുപ്പേഷണൽ തെറപ്പീസ് എന്നിവയ്ക്ക് ജീവവിഹാർ മുൻതൂക്കം കൊടുക്കുന്നു. ഓക്യുപ്പേഷണൽ തെറപ്പീസിന്റെ ഭാഗമായിട്ട് മെഡിസിൻ കവർ മേക്കിംഗ് യൂണിറ്റ് ജീവവിഹാറിൽ പ്രവർത്തിക്കുന്നു. ഈ യൂണിറ്റിൽ ആരോഗ്യമുള്ള എല്ലാ അന്തേവാസികളും ജോലി ചെയ്തു വരുന്നു. അവർ ചെയ്യുന്ന ജോലികൾക്കനുസരിച്ച് അവർക്ക് വേതനം നൽകപ്പെടുന്നു. തിരിച്ച് 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോൾ അവർ അധ്വാനിച്ചതിൻ്റെ വേതനം അവർക്ക് നൽകപ്പെടുന്നു. MSW, MSc കൗൺസിലിംഗ് സ്റ്റുഡൻസിന് വേണ്ടി ജീവവിഹാർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒരുക്കുന്നു. സ്റ്റുഡൻസ് ക്ലാസ് മുറിയിൽ പഠിക്കുന്ന തിയറീസ് പ്രായോഗികമാക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കുട്ടികൾക്ക് നൽകുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലേക്ക് സഹായിച്ചിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവരുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തികച്ചും ശുദ്ധമായ അന്തരീക്ഷമാണ് ജീവവിഹാർ എന്ന ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ശാന്തിഭവൻ കമ്മ്യൂണിറ്റി അതിൻ്റെ 25ാം ജൂബിലി വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജൂബിലി മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എളിയ ഈ സഹോദരന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിലെ ഏറ്റവും എളിയവരായ നിർദ്ധരായ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സഭയും സമൂഹവും തിരസ്കരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന എളിയ പ്രവൃത്തിയിൽ കർത്താവ് സംപ്രീതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ പ്രവൃത്തിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും സഹായവും ആവശ്യമാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശാന്തിഭവൻ ഒരിക്കൽ കൂടെ ജൂബിലിയുടെ മംഗളങ്ങൾ നേരുകയാണ്. ഇനിയും അനേക വർഷം സമൂഹത്തിന് നന്മ ചെയ്യാനായിട്ട് സാധ്യമാകുന്ന രീതിയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.